കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ അപകടത്തിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഓസ്കർ ഈവൻസ് ഉടമ ജിനീഷ് ഇതുവരെ ഹാജരായിട്ടുമില്ല. അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLA നില ഇപ്പോഴും നേരിയ പുരോഗതിയുണ്ട്, പക്ഷേ വെന്റിലേറ്ററിൽ തുടരുകയാണ്. അശ്വിൻ പാലാഴി റിനെ മെഡിസിറ്റിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ആദ്യം ഉമാ തോമസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് ഈ പ്രതികളുടെ കാര്യം. ഗുഡ് മോർണിംഗ്. നിലവിൽ വലിയ മാറ്റങ്ങൾ ആരോഗ്യാവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉമാ തോമസ് സ്വയം മിണ്ടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിലവിൽ അതിൽ മാറ്റമില്ല. ചെറിയ തോതിൽ സംസാരിക്കുന്നുണ്ട്, കൈകാലുകളിൽ ചലനമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വെന്റിലേറ്റർ സഹായം സമീപ ദിവസങ്ങളിലൊന്നും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ശ്വാസകോശത്തിലും തലച്ചോറിലുമേറ്റ ക്ഷതം അത് അല്പനാൾ മുന്നോട്ട് പോകും, അതിൻ്റെ പ്രശ്നങ്ങൾ അല്പനാൾ മുന്നോട്ട് പോകും. അത് മാറ്റാനുള്ള ചികിത്സകളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. എന്തായാലും അത്ര ഭീകരമായ ഒരു പ്രശ്നം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇന്നലെയാണ് നികോഷ് കുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏകദേശം 7.5 മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമടക്കം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഈ സാമ്പത്തിക ക്രമക്കേട്, സാമ്പത്തിക വഞ്ചനാ കുറ്റമടക്കമുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അടക്കം കൃത്യമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക കേസ് ഇന്നലെ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ കുട്ടികളിൽ നിന്ന് അമിതമായി പണം ഈടാക്കി അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. ഈ മൃദംഗ വിഷൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും ആരിൽ നിന്നൊക്കെ പണം ഈടാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ചെലവഴിക്കലൊക്കെ നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉടമ ജനീഷ് കുമാറിനോടുകൂടി പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ജനീഷ് ഇന്നലെ ഹാജരായില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് ഇയാൾ ഹാജരാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം നിലവിൽ അറസ്റ്റിലുള്ള നികോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഓക്കെ, താങ്ക് യു.